ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബ് ലൈവൊക്കെ കുറയുന്നുണ്ട്. പിന്നെ ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ്. ഈ പച്ചക്കറിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇതൊക്കെ പറിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ മുളക് കേട്ടോ അതിനകത്ത് വരുന്നത്. കുറേ ഇങ്ങനെ കായ്ച്ച് കിടപ്പുണ്ട്. അതിൽ ഞാൻ പിച്ചിട്ട് കുറേ നാളായി. അന്ന് ഞാൻ പിച്ചട്ടെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, സാരമില്ല, അത് അവിടെ കിടക്കും, എന്തുവാ അത് ഇതാവുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുമ്പോഴേ അതായത് അതിൻ്റെ ഇത് എടുത്തുള്ളൂ. അപ്പം ചെറുതാണെങ്കിൽ ഒത്തിരി വണ്ണമൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്കത് പിച്ചാം. അപ്പോൾ ഇതേപോലെ കുറേ മുളകുണ്ട് അതേൽ. അതൊക്കെ ഞാൻ പിച്ച് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത് കുറച്ചുകൂടെ മുളകുണ്ട് അതേൽ. അതുകൂടെയൊക്കെ നമുക്ക് പിച്ചെടുക്കാം. അത് കുഞ്ഞു മുളകാട്ടോ, അതുകൊണ്ടാട്ടോ ഞാനത്. അതും ബാക്കി ഞാൻ കൊണ്ട് പാത്രത്തിലിടുന്നുണ്ട്. ഇതാ കണ്ടോ, ഇത്രയും മുളക് നമുക്ക് കിട്ടി. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 10. അടുത്ത മുളകാണിത്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. എന്തോ ആദ്യത്തെ കളിച്ചത് നീളം മുളക് അങ്ങനെ കണ്ടായിരുന്നു. ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതേപോലെ ആ മുളക് ഞാൻ പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല വീർത്തൊക്കെ വരുന്നുണ്ട്. 2 എണ്ണം ഞാൻ പിച്ചുന്നുള്ളൂ തൽക്കാലം. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് അരിയാവും കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ കരുതി. പിന്നെ കുറേ ചെടിയുണ്ട്. തുളസിയും പിന്നെ കറ്റാർ വാഴ, ചീനി, പിന്നെ മഞ്ഞച്ചെടി, അതിൻ്റെ പേരറിയത്തില്ല. ഇടയ്ക്കൊരു പൈപ്പ് കണ്ടോ, ആ ശംഖുപുഷ്പം കാരണമാണ് അത് കാണാത്ത. കണ്ടോ, ഇത്രയും കായ്ച്ച് എളുപ്പമുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് അതിൽ അരി വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അത് കായ്ക്കുന്ന കുറച്ച് നിർത്തി, കുറച്ചേ കായ്ക്കുന്നുള്ളൂ. ഇപ്പം നേരത്തെയാണ് കുറേ പൂവിടുമായിരുന്നു. ഇപ്പോൾ ഒത്തിരി പൂവൊന്നും ഇടാറില്ല. ഇതുണങ്ങിപ്പോയി കേട്ടോ, എൻ്റെ കൂട്ടുകാർ തന്നാണേ. അതിൻ്റെ ഉണങ്ങാത്ത 2-3 എണ്ണം ഉണ്ട്. ഇത് ഉണങ്ങി അരിയായിട്ടുണ്ട്. അരി ആവാറായി. കുറച്ചുകൂടെ കഴിയുമ്പോൾ അരിയാവും. ഇത് അതിൻ്റെ പിങ്ക് കളറാട്ടോ, സീനിയാട്ടോ ഇതിൻ്റെ പേര്. പിങ്ക് കളറല്ല 3 എണ്ണം. അതിൻ്റെ വലുത് കുറച്ചുകൂടെ. ഇതൊക്കെ നിൽക്കുന്ന ഭയങ്കര ഭംഗിയാണ്. ഓറഞ്ച്, റെഡ്, മഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാട് പോലെ. പിന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ചൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞു ചെടി കണ്ടോ ഞാൻ കാണിക്കുന്നത്, ആ ചെടിയെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആ ചെടി എന്താണെന്ന് അറിയുന്നതായിരുന്നു കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ അതിൻ്റെ വെള്ളപ്പൂവാട്ടം മേടിച്ച, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ചുമലയാണ്. വെള്ളയായിരുന്നു നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ ഫ്രണ്ട്സ്.